ഇപ്പോൾ എനിക്ക് പുതിയതായിട്ടുള്ള വന്നിട്ടുള്ളൊരു ശീലമാണ് അമ്മയെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇന്ന് കൊള്ളാമല്ലോ, നല്ലതായിട്ട് തലയൊക്കെ കെട്ടി മനുഷ്യന്മാരെ പോലെ സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ ക്യാമറയിൽ നോക്കിയപ്പോൾ കൊള്ളാമല്ലോ, എന്നൊരു ഫോട്ടോ എടുത്ത് കളയും. അപ്പോൾ സ്ഥിരമായിട്ട് പുതിയ ഫോൺ വാങ്ങിച്ചതിന് ശേഷം എൻ്റെ മെയിൻ പരിപാടി, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ കാണാൻ കൊള്ളാമല്ലോ, ക്യാമറയുടെ ഗുണമാണ് എങ്കിലും പാട്ടൊക്കെ ഇട്ട് ഒരു വീഡിയോ ഇടുമ്പോൾ ഒരു സന്തോഷം, വലിയ ഫിൽറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്തോഷങ്ങളുടെ പുറകെയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്നും ഫോട്ടോ ഇട്ട് മുഷിപ്പിക്കട്ടെ, എനിക്കിഷ്ടമാണ്, എന്നാലും ഇന്നൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം കടന്നു പോകുന്നൊരു ഫേസിനെ കുറിച്ച് പറയാമെന്ന്. അങ്ങനെ ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രാത്രിയിൽ ഉറക്കമില്ലായ്മയാണ് പ്രശ്നം. ഉറക്കമില്ലാത്ത എന്താ പ്രശ്നം? മുന്നേ ഉറക്കമൊന്നുമില്ല, പക്ഷെ മുന്നേ ഉറക്കം ഒഴിഞ്ഞിരിക്കുമ്പോൾ കൂട്ടുകാരുണ്ടായിരുന്നു സംസാരിക്കാൻ, രാത്രി മൊത്തം സംസാരിക്കാനും തമാശ പറയാനും. ഇപ്പോൾ എല്ലാവരും ബിസിയായി, എല്ലാവരും പണിക്ക് പോകാൻ തുടങ്ങി, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം, ഇനി എന്ത് ചെയ്യും, ഇനി എവിടെ വർക്ക് ചെയ്യും, ജോലി കിട്ടുമോ, നാട്ടിൽ പോയി സെറ്റിൽഡ് ആവണോ, അതോ ഇനി ഇവിടെ എവിടെയെങ്കിലും തന്നെ പണി ചെയ്യണോ, അതോ ഈ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. ഇനി എന്താണ് ഫ്യൂച്ചർ, എന്താണ് ഇനി മുന്നോട്ടുള്ള ജീവിതം, ഫുൾ ഒരു ബ്ലാങ്കായിട്ട് നിൽക്കുകയാണ്. ഫുൾ കണ്ണും മിഴിച്ച് വെച്ച് രാത്രി ഇങ്ങനെ ഇനി എന്ത് എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള പരിഹാരം എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചാൽ എനിക്ക് ഒരാശ്വാസം വരും. പക്ഷെ നമ്മളെപ്പോഴും അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെയല്ല, ഇപ്പോൾ അവർ കേൾക്കാനിരുന്ന് എന്നാൽ ഞാൻ സ്റ്റിൽ ഹാപ്പി, അവരോടൊന്ന് ഷെയർ ചെയ്താൽ അവർ പരിഹാരമൊന്നും പറയണ്ട, ഞാൻ ഓക്കെ ആണ്. പക്ഷെ എന്നാലും നമ്മൾ തന്നെ നമുക്ക് ഒരു സൊല്യൂഷൻ, നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്തണമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് തോന്നി തുടങ്ങിയത്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ മനസ്സിലിട്ട് അലട്ടി അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ച് ഡിപ്രഷൻ അടിച്ച് പണ്ടാരടങ്ങണം. അപ്പോൾ ഇതുമായിട്ട് നമ്മൾ കുറേ ദിവസം പോകണം. ഇതിനകത്ത് നമ്മൾ നിന്ന് നമ്മുടെ പ്രഷർ കുക്കറിനകത്ത് നിൽക്കുന്ന പോലെ നമ്മൾ നിൽക്കണം. ഇതൊക്കെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഒരു 3-4 ദിവസമൊക്കെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെ 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 1-2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഇടയിൽ ഭാഗ്യമുണ്ടെങ്കിൽ 1-2 സന്തോഷങ്ങൾ വന്ന് നമുക്കിത് മറക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ പുതിയ പ്രശ്നങ്ങൾ നമ്മളെ തേടി വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ടും ഈ പ്രശ്നങ്ങൾ നമുക്കിവിടെ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ പുറകെ പോകാം. അപ്പോൾ എന്താ, സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സന്തോഷങ്ങൾ വരും. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് ആരടുത്തും പോകാണ്ടിരിക്കുക. ഡിപ്രഷൻ അടിക്കുമ്പോൾ പുതിയ പ്രശ്നം വരും, നമുക്ക് ആ പ്രശ്നമായിട്ട് മുന്നോട്ട് പോകാം. ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഫിലോസഫി.